നീ എന്തിനാ വന്നത്? അത് ശരി. പാറുനെ ഇങ്ങനെ നീ ഇതിന്റെ അകത്ത് പൂട്ടിയിട്ടേക്കോല്ലേ? ചേട്ടനെ അല്ലാതെ ആകെ കാണാൻ കിട്ടുന്നത് എന്റെ മുഖമല്ലേ? ഞാനൊരു കമ്പനി കൊടുക്കാൻ വന്നതാ. അതേതായാലും നന്നായി. എത്ര നേരം വെച്ചാ ആണുങ്ങളോട് സംസാരിച്ചിരിക്കുക? അത് ശരി. അപ്പൊ നിങ്ങളൊരു ടീമായോ? ഞങ്ങളൊരു ടീമായത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥയെ കട്ട പുകയെന്നെ. ആ പിന്നെ നാളെ ഹർത്താലാ, കമ്പനി ഉണ്ടാവില്ല. എന്താ പരിപാടി? എന്ത് പരിപാടി? സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ചേട്ടൻ എപ്പം വേണമെങ്കിലും കിടന്ന് ഉറങ്ങാലോ. അവധിയാകുമ്പോ പാറുന് കറങ്ങണം, സിറ്റി കാണണം എന്നൊക്കെ ഉണ്ടാവില്ലേ? കമ്പനിന്ന് വന്നാ ഇവളെ ഈ മുറിക്കകത്ത് പൂട്ടിയിട്ട അവസ്ഥയല്ലേ? ഒരു തരത്തിൽ ഇത് ജയില് പോലെ തന്നെയാ. നിങ്ങള് പരസ്പരം ഇഷ്ടമാന്ന് പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയോ? ആ, ഞങ്ങള് നേരെ അമ്പലത്തിലേക്കാ പോയത്. അമ്പലത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. കാമുകി കാമുകന്മാര് പോന്ന പോലെ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകൂടെ? ആഹാ, അത് കൊള്ളാലോ. ഇങ്ങനൊരു കാര്യം എനിക്ക് പോലും തോന്നിയില്ല. ഈ ഇടയായിട്ട് നിന്റെ ബുദ്ധി വളരെ കൂടിയിട്ടുണ്ട്. എനിക്ക് കല്യാണത്തിന് മുൻപ് ബീച്ചിലും പാർക്കിലും ഒന്നും കറങ്ങുന്നത് ഇഷ്ടല്ല. എന്റെ കൂടെ വരുന്നതിൽ എന്താ കുഴപ്പം? പ്രിയൻചേട്ടന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നേ. അതിന് പാറു ഒറ്റയ്ക്കല്ല, ഞാനും കൂടെ വരുന്നുണ്ട്. എന്തിന്? ആഹാ, നിങ്ങളുടെ പ്രേമം സക്സസ് ആയതിന് കമ്പനിയിലുള്ള കൂട്ടുകാർക്കും ഹോസ്റ്റലിലുള്ള കൂട്ടുകാർക്കും ട്രീറ്റ് കൊടുത്തില്ലേ? അപ്പോ നിങ്ങളെ ഇത്രയും സഹായിക്കുന്ന എനിക്ക് ഒരു നാരങ്ങ മിഠായി പോലും വാങ്ങി തന്നില്ലല്ലോ. അതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോകണം. എനിക്ക് അപ്പോഴേ തോന്നി നീ ഇതുപോലെ എന്തെങ്കിലും വള്ളിയുമായിട്ടായിരിക്കും വരുന്നതെന്ന്. വെറുതെ തർക്കിക്കണ്ട. ദർശനം ഉണ്ടെങ്കിലേ ഞാൻ വരുന്നുള്ളൂ. ശരി. അപ്പോ നാളെ നമ്മൾ ടൂറിന് പോന്നു. ഇനി എങ്ങോട്ടാന്ന് മാത്രം തീരുമാനിച്ചാ മതി. നമുക്ക് ചാരുവിന്റെ നാട്ടിലേക്ക് പോയാലോ? അവരെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായില്ലേ? എന്നാ അത് മതി. ഫിക്സ്. പ്രിയ, എടാ വാതിൽ തുറക്ക്. അയ്യോ അയ്യോ അമ്മ. അയ്യോ. എന്താടാ രണ്ടുപേരും കൂടി ഒരു സംസാരം? ഏയ് ഒന്നുമില്ല. വെറുതെ നുണ പറയണ്ട, ഞാൻ എല്ലാം കേട്ടു. നിങ്ങൾ ടൂറ് പോവല്ലേ? അതെ, നാളെ ഹർത്താലായതുകൊണ്ട് കമ്പനി ഇല്ലല്ലോ. ഞങ്ങളൊന്ന് കറങ്ങാൻ പ്ലാൻ ഇട്ടതാ. എങ്ങോട്ടാ പോന്നേ? ഞാനും ഉണ്ട്. എന്താടാ നിങ്ങൾ മാത്രം ടൂർ പോകാനുള്ള പരിപാടിയായിരുന്നോ? എന്നെ നിങ്ങൾ മറന്നു അല്ലേ? ഏയ്, അമ്മയെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ ടൂറിന് പോകും. അമ്മയ്ക്ക് ഞങ്ങളൊരു സർപ്രൈസ് തരാനിരിക്കായിരുന്നു. അയ്യോ, ഞാൻ സർപ്രൈസ് പൊളിച്ചു അല്ലേ? സോറി, സാരമില്ല. ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം. നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാം. എല്ലാം കുളവായി. അമ്മ വരുമ്പോ പാറുനെ എങ്ങനെ കൊണ്ടുപോകും? അമ്മ വിഷമത്തോടെ ചോദിച്ചപ്പോ വരരുതെന്ന് പറയാൻ തോന്നിയില്ല. തോന്നരുത്. അമ്മയ്ക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം കാണില്ലേ? ഇതൊക്കെ പ്രിയൻചേട്ടന് എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കാവുന്ന ആഗ്രഹങ്ങളാണ്. പക്ഷെ അമ്മയ്ക്കത് കൊടുക്കുന്ന സന്തോഷം ചെറുതല്ല. ജീവിതകാലം മുഴുവൻ അവരത് ഓർത്തു വെക്കും. പ്രിയൻചേട്ടൻ അമ്മയുടെ കൂടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട. എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സോറി.
എന്തിന്? കല്യാണം കഴിഞ്ഞ് കുറെ സമയം കിടക്കല്ലേ, അപ്പൊ ലോകം മുഴുവൻ നമുക്ക് ഒരുമിച്ച് ചുറ്റിക്കാണാം.